അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നുള്ളത് ഞാൻ മദീനയിലാണ്. ഇതിന് മുമ്പ് കണ്ട വീഡിയോ എല്ലാവർക്കും അറിയാവും. അപ്പോൾ എല്ലാ ആളുകളും വീഡിയോ കാണുന്നതിന് മുമ്പ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. ഇങ്ങനെ പോയാണ്ട് ഇവിടെ ഈ ഭാഗത്താണ് നമുക്ക് അവിടേക്ക് കയറാൻ വേണ്ടി ബുക്കിങ് കാര്യങ്ങളൊക്കെ എടുത്ത് ആ ഭാഗത്ത് കൂടെ കയറണം. പിന്നെ പുറത്തിറങ്ങുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കൂടെ ആവും. മഗ്‌രിബിൻ്റെ സമയത്ത് മഗ്‌രിബ് സുബഹി ഒക്കെ ഭയങ്കര തിരക്കാവും. നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറവുള്ള സമയം സുബഹിക്ക് കയറും. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സുബഹിക്കും മഗ്‌രിബ് നിസ്കാരത്തിനേക്കാണ്. പ്രത്യേകിച്ചല്ല, എല്ലാ സമയത്തും തിരക്ക് തന്നെ മദീനത്തൊക്കെ. ഇന്ന് നമ്മൾ പോകുന്ന പള്ളിയാണ് മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ നേരെ കാണുന്ന മുമ്പിലുള്ള പള്ളിയാണ് മസ്ജിദുൽ ഹമാമ. മസ്ജിദ് നബവിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള രണ്ട് മസ്ജിദുകളാണിത്. ഇസ്ലാമിലെ ആദ്യത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളിയുണ്ട്. പള്ളിയാണ് മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പച്ചക്കുബ്ബൻ്റെ തൊട്ടടുത്ത് ഉള്ള ഗേറ്റിൽ കൂടെ നേരെ പുറത്തിറങ്ങിയ ശേഷം വലത് ഭാഗത്തേക്ക് നടന്നു കഴിഞ്ഞാൽ ഈ രണ്ട് മസ്ജിദും നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇതാണ് മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിലെ ആദ്യത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പള്ളി. ഇതിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് നമസ്കരിച്ചൊരു സ്ഥലം. അവിടെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈദ് നമസ്കരിക്കുന്നു. അവിടെ നിർമ്മിച്ച ഒരു പള്ളി, ആ പള്ളിയുടെ പേര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ പിന്നീട് അറിയപ്പെടുന്നു. ഇതൊരു ചെറിയ പള്ളിയാണ്. ചതുരാകൃതിയിൽ കല്ലും മരവും കൊണ്ടൊക്കെ നിർമ്മിച്ച പുരാതന നിർമ്മിതി. ഒരു ഹിസ്റ്റോറിക്കലായിട്ടൊക്കെ പഠിക്കാൻ ഉള്ള ആളുകളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ആളുകൾ സിയാറത്ത് ചെയ്ത് നമസ്കരിക്കുന്നുണ്ട്. ഉംറക്കൊക്കെ നാട്ടിൽ നിന്നൊക്കെ ഉംറക്ക് വരുന്ന ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടാവും. അവർക്ക് ഇതിനെപ്പറ്റി ഏകദേശം അറിയാവും. ഒറ്റ കുബയും ഒറ്റ മിനാരോ ഒക്കെ ആയിട്ട് ചെറിയൊരു മനോഹരമായ നിർമ്മിതി. കുറച്ച് ആളുകൾക്ക് നമ്മളെ നാട്ടിലെ ഇസ്ലാമിയ പള്ളികൾ അതിനൊക്കെ അനുസ്മരിച്ച് ചെറിയൊരു മസ്ജിദ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ മസ്ജിദ് നബവി, വലിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അറിയപ്പെടുന്ന വലിയൊരു പള്ളി. അതിൻ്റെ തൊട്ടടുത്ത് അബൂബക്കർ, ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളി. ഖുബയിലേക്ക് മുന്നിട്ട് നിൽക്കുന്നത് പോലെ ഒരു മുനാരൊക്കെ നിർമ്മിച്ച് ചെറിയൊരു മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മനോഹരമായ ഒരു മസ്ജിദ്. ഇത് ഇസ്ലാമിലെ 5ാം ഖലീഫയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നിർമ്മിച്ച പള്ളിയാണ് ഈ മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിനുശേഷം ഇതിന് പുനർനിർമ്മാണം നടന്നിട്ടുണ്ട്. ഈ രൂപത്തിലാക്കിയത് അതിനുശേഷം ഒട്ടോമൻ ഭരണാധികാരിയായ മഹ്മൂദ് രണ്ടാമൻ ഈ മസ്ജിദ് പുനർനിർമ്മിക്കപ്പെട്ടു. ഇസ്ലാമിൽ അറിയപ്പെടുന്നത് ഉസ്മാനിയ ഖലീഫ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഹിജ്റ 1254 ഈ പള്ളി പുനർനിർമ്മിക്കപ്പെടുന്നത്. അതിനുശേഷം ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.